ഹായ് ഗൈസ്, ഹാഷ് ഫിറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പതിവ് പോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. എഴുന്നേറ്റ് തന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ പല്ല് തേച്ച് മുഖം കഴുകിയിട്ട് നേരെ പോയത് മുട്ടയും പാലും കുടിക്കാനാണ്. മുട്ടയും പാലും കുടിച്ചോണ്ടിരിക്കുമ്പോൾ സൈഡിൽ ഇരുന്ന് അമ്മനെയും ചോദിച്ചു, എടാ എനിക്കും ഇല്ലടാ ഒരു മുട്ടാന്ന്. ഞാൻ അമ്മനിക്കും കൊടുത്തു. അമ്മ വേറെ ആരുമല്ല, എൻ്റെ പപ്പയുടെ അമ്മയാണ് ഗൈസ്. അപ്പം അമ്മനയ്ക്കും മുട്ടയും കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോയാലോ എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ കറണ്ട് പോയി കഴിഞ്ഞ് പിന്നെ കറണ്ട് വരാൻ നിന്നു. കറണ്ട് വന്നപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ചലഞ്ചിലോട്ട് തന്നെ അങ്ങ് പോയി. ചലഞ്ച് ചെയ്യുന്നതിന് മുമ്പേ ഗൈസ് ഞാൻ 100 പുഷപ്പ് ഇന്ന് കംപ്ലീറ്റ് ആക്കും. അത് 100ൽ കൂടുതൽ പോകും. കാരണം വേറൊന്നുമല്ല, നമ്മുടെ 200 പുഷപ്പ് ഇപ്പം കുറവായിട്ടാണുള്ളത്. ഓക്കെ, 200 പുഷപ്പ് കുറഞ്ഞിട്ടാണുള്ളത്. അത് കാരണം നമുക്ക് ആ 200ൽ എത്ര ഒരു ഇതുണ്ട്. അപ്പം 100 ദിവസം കൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് ഡെയിലി എന്താ പറയുക, ഇപ്പം 100 എന്നുള്ളത് മാറ്റി 100ൽ കൂടുതൽ എടുക്കും. ഓക്കെ, അപ്പം ഏതായാലും ആദ്യത്തെ സെറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ സെറ്റിൽ 19 എണ്ണം ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ആദ്യത്തെ സെറ്റിൽ 19 എണ്ണം. അങ്ങനെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുകയാണ്. റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് വർക്കൗട്ട് ചെയ്യാത്ത കാരണം ഇപ്പം 5ാമത്തെ ദിവസത്തെ വർക്കൗട്ടായത്. 5ാമത്തെ ദിവസം 100 പുഷപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് 5 ദിവസമായിട്ട്. 2 ദിവസത്തെ പുഷപ്പിൻ്റെ വീഡിയോ ഇതിനകത്ത് വന്നില്ല എന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2ാമത്തെ സെറ്റും തുടങ്ങി. 19 എണ്ണം ആദ്യത്തെ സെറ്റിലെടുത്തു ഗൈസ്. അത് കഴിഞ്ഞ് 2ാമത്തെ സെറ്റിൽ 13. ടോട്ടൽ ഒരു 19ഉം 13 32 പുഷപ്പ് ഞാൻ ടോട്ടൽ ഏകദേശം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും ഞാൻ അടുത്ത സെറ്റിന് വേണ്ടിയിട്ട് കൈയൊക്കെ ഒന്ന് റെഡിയാക്കുവാണ്. കൈ നിങ്ങൾ വിചാരിക്കുക ഇവൻ ഈ പറയുന്ന പോലെ ഒന്നുമല്ലാന്ന്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല ഗൈസ്. നിങ്ങളൊരു 5 ദിവസം അടുപ്പിച്ച് 100 പുഷപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അത്രയ്ക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് വേദന ഉണ്ട്. ഏതായാലും ഞാൻ ഒന്ന് നെക്കിൾ പുഷപ്പ് എടുക്കാൻ ട്രൈ ചെയ്തു, നടക്കുന്നില്ല. കാരണം എൻ്റെ കൈക്ക് നല്ല വെയിറ്റ് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ 3ാമത്തെ സെറ്റിലേക്ക് കയറി ഗൈസ്. 3ാമത്തെ സെറ്റിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ എടുത്ത് കംപ്ലീറ്റ് ആക്കും. അത് 100ൽ കൂടുതൽ ഞാൻ കംപ്ലീറ്റ് ആക്കും. അങ്ങനെ 3ാമത്തെ സെറ്റ് 11 എണ്ണം ഞാൻ കംപ്ലീറ്റ് ആക്കി. 11 എണ്ണം കംപ്ലീറ്റ് ആക്കുമ്പോൾ ടോട്ടൽ 43 പുഷപ്പ് ഞാൻ എടുത്തു ഗൈസ്. ഇന്നത്തേതിൽ 43 പുഷപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ 43 പുഷപ്പ് എടുത്തിട്ട് ഞാൻ അടുത്ത സെറ്റിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കണ്ടോ, എൻ്റെ ചെസ്റ്റൊക്കെ നിങ്ങൾ നോക്കി, നല്ലതായിട്ട് ചെസ്റ്റൊക്കെ അറിയുന്നുണ്ട്. അതിൻ്റെ നിങ്ങൾ കുറച്ചും കൂടി കഴിയുമ്പോൾ അറിയും. കാരണം എൻ്റെ ചെസ്റ്റ് ഞാൻ തുടങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബോഡിക്ക് പാരലായിരുന്നു. ഓക്കെ, ബോഡിക്ക് പാരലായിരുന്നു. എൻ്റെ വയറിൻ്റെ മുകളിലേക്ക് അതിൻ്റെ മസിൽസ് വന്നിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ഏതായാലും അടുത്ത സെറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കുക. ഏതായാലും 10 എണ്ണം കഴിഞ്ഞു, 43 എണ്ണം ആയിട്ടുണ്ട്. അങ്ങനെ അടുത്ത സെറ്റ് തുടങ്ങുമ്പോൾ എടുക്കാൻ നോക്കിയപ്പോൾ തന്നെ അവിടെ കിടന്നു. പക്ഷെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ട്രൈസിപ്സിന് അത്ര വേദന എടുത്ത കാരണമാണ് ഞാൻ അവിടെ കിടന്നത്. ഞാൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. എന്ത് കളിച്ചാലും ഞാൻ കംപ്ലീറ്റ് ആക്കും. ഇനി ഒരു വട്ടം ഞാൻ വീഴുകയില്ല. അങ്ങനെ തന്നെ വിചാരിച്ച് തന്നെ ഞാൻ മുന്നോട്ട് പോവാണ്. എന്തായാലും ഞാൻ അടുത്ത സെറ്റ് പുഷപ്പിലേക്ക് കടന്നിട്ടുണ്ട്. അടുത്ത സെറ്റ് പുഷപ്പ് ഞാൻ ഒരു 13 എണ്ണം കംപ്ലീറ്റ് ആക്കി ഗൈസ്. 13 എണ്ണം. അങ്ങനെ നോക്കുമ്പോൾ 56 എണ്ണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കംപ്ലീറ്റ് ആക്കും എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആക്കിയിരിക്കും. 100 പുഷപ്പ് കംപ്ലീറ്റ് ആക്കിയിരിക്കും. 100 ഞാൻ 108 എണ്ണം എടുക്കുന്നുണ്ട്. അത് വീഡിയോയ്ക്ക് അവസാനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എടുക്കുന്ന ഓരോ പുഷപ്പും ഇതിൻ്റെ കൂടെ തന്നെ എണ്ണാം. ഓക്കെ, ഓരോ പുഷപ്പും 1 2 3 അങ്ങനെ എണ്ണിപ്പോവും. അതാകുമ്പോൾ നിങ്ങൾക്കും ഡൗട്ട് ഉണ്ടാവില്ല തന്നെ, ഞാൻ പറയുന്ന സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായിക്കോ. ഏതായാലും ഞാൻ എൻ്റെ ചെസ്റ്റ് മസിൽസും കൈയും ഒക്കെ ഒന്ന് ഇളക്കി വിട്ടിട്ടുണ്ട്. ചെസ്റ്റ് മസിൽസ് ഒന്ന് വലിച്ചിട്ടുണ്ട്. ഇപ്പം ഏതായാലും എനിക്ക് നല്ല പെയിൻ ഉണ്ട്. അത് കാരണം എനിക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് ഡേയിലെ വീഡിയോ കണ്ടവർക്ക് ഇപ്പോഴത്തെ വീഡിയോ കാണുമ്പോൾ തിരിയും എൻ്റെ കൈയുടെ ബൈസിപ്സിൻ്റെ മാറ്റം. ഓക്കെ, അടുത്ത സെറ്റും തുടങ്ങി ഞാൻ 11 എണ്ണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ടോട്ടൽ 67 പുഷപ്സ്. ഏതായാലും എനിക്ക് ഒറ്റ
കാര്യമുള്ളൂ, ഞാൻ പറഞ്ഞ ചലഞ്ച് എനിക്ക് 100 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ്. ഇതെൻ്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരമാണ്. അങ്ങനെ തന്നെ കൂട്ടിക്കോ. എന്തായാലും ഞാൻ അടുത്ത സെറ്റിനുള്ളത് റെഡി ആയിക്കൊണ്ടിരിക്കുക ഗൈസ്. അടുത്ത സെറ്റ് പുഷപ്പിന് റെഡി ആയിക്കൊണ്ടിരിക്കുക. പക്ഷേ എങ്കിലൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈം എടുത്തിട്ടേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കൈയൊക്കെ നല്ല വേദനയുണ്ട്. നിങ്ങൾ വിചാരിക്കും ഈ ചെറുക്കന് തന്നെ 100 പുഷപ്പ് എടുക്കുമ്പോഴത്തേനും മടുക്കുന്നത്, അയ്യോ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ. പക്ഷെ അങ്ങനെയല്ല, ഇത് നല്ല ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ഇപ്പം വർക്കൗട്ട് ചെയ്തിട്ട് 3-4 മാസമായതുകൊണ്ടാണ് ഗൈസ്. ഞാൻ ജിമ്മിൽ പോകുന്ന സമയത്ത് ഒറ്റയടിക്ക് 50 എണ്ണം എടുക്കുമായിരുന്നു. അത് നിങ്ങൾക്ക് ഫസ്റ്റ് ദിവസം വേണം തിരിഞ്ഞു വേണം ഗൈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെറ്റിൽ ഞാൻ 40 പുഷപ്പാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സെറ്റിലെ ഫസ്റ്റ് പുഷപ്പ് ഫസ്റ്റ് ദിവസത്തെ ഫസ്റ്റ് സെറ്റിൽ ഞാൻ 40 പുഷപ്പ് എടുത്തിട്ടുണ്ട്. 10 എണ്ണത്തിൻ്റെ കുറവേ ഉള്ളൂ. ഓക്കെ, ഏതായാലും ഞാൻ അടുത്ത 9 എണ്ണം കൂടി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, 9 എണ്ണം കൂടി ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഞാൻ 75 എണ്ണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. 75 എണ്ണം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ 75 എണ്ണം കംപ്ലീറ്റ് ആക്കുമ്പോൾ എനിക്ക് നല്ല പെയിന് അനുഭവപ്പെടുന്നുണ്ട്. ഞാനവിടെ ചത്ത പോലെ ഇരിക്കുന്നുണ്ടല്ലേ, വേറൊന്നും കൊണ്ടല്ല, എനിക്ക് കൈക്കും ചെസ്റ്റിന് നല്ല പെയിൻ ഉള്ളതാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. ഒരിക്കലും, അതായത് ഇപ്പം ഞാനിപ്പോൾ മുട്ടയും പാലും കൂടി കഴിച്ചിട്ട് കൂടി എനിക്ക് ആവശ്യമുള്ള പ്രോട്ടീനിൻ്റെ അകത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ടും ആ മസിൽസ് അത് ഏൽക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരിത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ ചെയ്യുന്നതിനുള്ള പ്രോട്ടീൻ എൻ്റെ അകത്തേക്ക് ചെല്ലുന്നില്ല, അതാണ് ശരിയായിട്ടുള്ള കാര്യം. ഓക്കെ, ഒരു മുട്ടയൊന്നും കഴിച്ചതുകൊണ്ട് ഒരിക്കലും ഒരു ബോഡി ബിൽഡർക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ആവില്ല. 4-5 എഗ് വെയിറ്റ് ഒക്കെയാണ് ഓരോ ബോഡി ബിൽഡേഴ്സ് കഴിക്കുന്നത്. അത് ഈ റോണി കോൾമാനും അർണോൾഡും അതുപോലെ കുറച്ച് ടീമുണ്ട്, അവരൊക്കെ അപ്പോൾ എന്തൊക്കെയായിരിക്കും കഴിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഓർക്കണം ഗൈസ്. അങ്ങനെ ഏതായാലും ഞാൻ അടുത്ത സെറ്റ് പുഷപ്പ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കാം, എൻ്റെ ഷോൾഡർ, ചെസ്റ്റ്, പിന്നെ ബാക്ക് എല്ലാം ഒന്ന് നോക്കിയാൽ കഴിഞ്ഞാൽ മനസ്സിലാവും. എൻ്റെ ബാക്ക് കൃത്യം അറിയുന്നുണ്ട്. ഓക്കെ, ഞാനേതായാലും അടുത്ത സെറ്റ് പുഷപ്പിൽ 89 ടോട്ടൽ 89 എണ്ണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് ഞാൻ അവിടെ റെസ്റ്റ് എടുക്കുവാണ്. അല്ലാതെ നടക്കുകയില്ല. ഞാൻ ലാസ്റ്റ് സെറ്റ് പുഷപ്പ് എത്രയാ 89 ആയിരുന്നു വിചാരിച്ചെടുത്തി. അതായത് ഇപ്പോൾ ഓൾറെഡി 89 കഴിഞ്ഞല്ലോ, ഇനി ഒരു സെറ്റ് എടുക്കുന്നുണ്ട്. അത് ഞാൻ 89 എത്രയാ 70 ആയിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് പുഷപ്പ് അടിക്കുന്നത്. പക്ഷേ ഗൈസ് അല്ലായിരുന്നു, ഇപ്പോഴാണ് 89 പുഷപ്പ് ആയത്. 89 പുഷപ്പും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് അവിടെ റെസ്റ്റ് ചെയ്യുകയാണ്. ഇനി എന്തായാലും അടുത്ത സെറ്റ് പുഷപ്പ് എടുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഞാൻ എന്തായാലും എണീറ്റിട്ടുണ്ട്. എണീറ്റ് കഴിഞ്ഞ് അവിടെ ആ മുട്ടുകുത്തിരിപ്പ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവന് ഈ 10 എണ്ണം കൂടി എടുത്തു കഴിഞ്ഞാൽ നിർത്തുന്നു. ശരിക്കും പറഞ്ഞാൽ 10 എണ്ണം അല്ല ഗൈസ് എടുക്കാൻ പോകുന്നത്, നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും. എനിക്ക് കൈക്കൊക്കെ നല്ല പെയിൻ ഉണ്ട്. ഞാനിത് എങ്ങനെ കംപ്ലീറ്റ് ആക്കുമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എൻ്റെ മൈൻഡ് പറയുന്നുണ്ട് നീ ഇത് കംപ്ലീറ്റ് ആക്കണം എന്ന്. എൻ്റെ ബോഡി അത് ബോഡി നീ ചെയ്യരുതെന്ന് പ്രതികരിച്ചു കഴിഞ്ഞാലും എൻ്റെ മൈൻഡ് പറയുന്നുണ്ട് നീ അത് കംപ്ലീറ്റ് ആക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാനിത് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഞാൻ 99 എണ്ണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 89, 10, 99. പിന്നെ ലാസ്റ്റ് സെറ്റ് ഒറ്റ ഒന്നായിട്ട് അവിടെ ബാക്കി കിടക്കുവാണ് ഗൈസ്. ഞാനിപ്പം വിചാരിക്കുന്നത്, അതായത് ഈ 99 എണ്ണം എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ 89 എണ്ണേ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ എന്നാണ്. പക്ഷെ 89 അല്ല 99 ആണെന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് മനസ്സിലാക്കിയത്. അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 99 എടുത്തെന്ന് മനസ്സിലാക്കി ഞാൻ. അപ്പോൾ കംപ്ലീറ്റ് എത്ര എടുത്തു എന്ന് നിങ്ങൾക്കും ഒരു ധാരണ ഉണ്ടാവില്ലേ? കംപ്ലീറ്റ് എത്ര എടുത്തു വേണമെന്നുള്ളൊരു ആകാംക്ഷ നിങ്ങൾക്ക് ഉണ്ടാവില്ല, ധാരണയല്ല ആകാംക്ഷ. ആ ആകാംക്ഷയിലാണ് ഞാനും ഇരിക്കുന്നത്. ഞാൻ എന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് അവസാനം വരെ എത്തി കഴിഞ്ഞപ്പം അവസാനം നിങ്ങൾ അറിഞ്ഞാൽ മതി എത്ര പുഷപ്പ് ഞാൻ ഇന്ന് ടോട്ടൽ എടുത്തു എന്ന്. ഓക്കെ ഗൈസ്, ഏതായാലും ഞാൻ അവിടെ റെസ്റ്റ് ചെയ്യുക. നല്ല പെയിന് അനുഭവപ്പെടുന്ന കാരണം റെസ്റ്റ് ചെയ്ത് എടുക്കുക. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക എൻ്റെ ശരീരമൊക്കെ വേർക്കുന്നത്. 100 പുഷപ്പ് എടുത്തപ്പോഴത്തേനും എൻ്റെ ശരീരം വേർക്കുന്നത്. ഏതായാലും ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല ഗൈസ്. ഈ സെറ്റ് പുഷപ്പും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഒരു 108 പുഷപ്പാണ് ഇന്നത്തെ ഞാൻ കംപ്ലീറ്റ് ആക്കുന്നത്.
ഗൈസ് 108 പുഷപ്പ്. ചില്ലറ പുഷപ്പല്ല ഞാൻ എടുത്തത്, 8 എണ്ണം കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ അതുപോലെ തന്നെ ഒരു 52 പിന്നെ 65 പുഷപ്പ്. 52 രാവിലത്തെ വീട്ടിൽ നിന്നുള്ള സെറ്റിലും എടുത്തു, 65 പുഷപ്പ് ഗ്രൗണ്ടിൽ പോയിട്ട് എടുത്തു. അങ്ങനെ ടോട്ടല് ഞാൻ ഇന്നത്തെ 108 ടോട്ടൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ചുമ്മാ എൻ്റെ ബോഡി ഒന്ന് കാണുകയാണ് ഗൈസ്, എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം ഞാൻ ചുമ്മാ ഒന്ന് ബോഡിയൊക്കെ നോക്കി. എല്ലാവരോടും എനിക്കിനി ഒരു കാര്യം കൂടി പറയാനുള്ളൂ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫൈ ചെയ്യുക, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് എൻ്റെ കണ്ടൻറ്റുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ കണ്ടൻറ്റുകളുമായി ഞാൻ ഇനിയും എത്തുന്നതായിരിക്കും ഗൈസ്. ബൈ.